ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ ഇന്ന് എഴുന്നേറ്റപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. മക്കളൊന്നും ഇന്ന് വീട്ടിലില്ല. മക്കളെല്ലാം അമ്മയുടെ അടുത്തേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം പോയിരിക്കുകയാണ്. രാവിലെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഞാനും ചേട്ടനും കുടിച്ചതിന് ശേഷം ആണ് സിറ്റൗട്ടും ഹാളും ഒക്കെ തൂത്ത് തുടച്ചു. എന്നിട്ടാണ് നേരെ ഞാൻ കിച്ചണിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് സിമ്പിളായിട്ട് ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മുരിങ്ങ മരം ഒടിഞ്ഞ് വീണത് കേട്ടോ. അപ്പോൾ ചേച്ചി കുറച്ച് മുരിങ്ങയിലയും പൂവും ഒക്കെ തന്നു. അങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ മുരിങ്ങ ഇലയൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിറയെ ചിലന്തി വലയും കുഞ്ഞു കുഞ്ഞു പ്രാണികളും പുഴുവും ഒക്കെ കാണുമല്ലോ. അങ്ങനെ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. ചിലതിലൊക്കെ കാണും, ചിലതിൽ അത് കാണത്തില്ല. പക്ഷെ ഞാൻ സൂക്ഷിച്ച് നോക്കി നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം അത് തോരൻ വയ്ക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡാണ് മുരിങ്ങയില. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വിളർച്ച കുറയ്ക്കാനും കൊളസ്ട്രോൾ, പ്രമേഹം നിയന്ത്രിക്കാനുമൊക്കെ സഹായിക്കുന്നു. ഹൃദയാരോഗ്യം, എല്ലുകളുടെ ബലം, ദഹനം ഇതൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഈ മുരിങ്ങയില കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നു. വിറ്റാമിൻ എയും സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ നമ്മുടെ മുരിങ്ങയില. മുരിങ്ങയിലയും ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ കുറച്ച് കൊഞ്ചുപൊടി ഇരിപ്പുണ്ടായിരുന്നു. കൊഞ്ചുപൊടി എടുത്ത് വറുത്ത് ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ. വറുത്തൊന്നുമല്ല, ചെറിയ രീതിയിൽ ചൂടാക്കി എടുക്കുക. അതിന് ശേഷം തേങ്ങയും ഉള്ളിയും കുറച്ച് പുളിയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കൊഞ്ചുപൊടി എടുത്ത് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചതിന് ശേഷം തോരനും ചമ്മന്തിയും നല്ല കട്ട തൈരുമൊക്കെ കൂട്ടി ഞാൻ ചോറ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ പുരയിടത്തിലേക്ക് ഞാനും ചേട്ടനും കൂടി പോയി. നമ്മുടെ മരത്തിൽ പുളിഞ്ചിക്കൊക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലാവിൽ 2 ചക്കയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴേക്കും നമ്മുടെ കോവലിൽ വള്ളികളുടെ ഇടയിൽ നിന്ന് 2-3 കോവയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചെടി വീട്ടിൽ നട്ടിരുന്നപ്പോൾ അത് അങ്ങനെ വളർന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ പുരയിടത്തിൽ കൊണ്ട് വെച്ചപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പുരയിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ലത ചേച്ചിയാണ്. അപ്പോൾ ലത ചേച്ചിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ചേച്ചി ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൻ്റെ ഷീറ്റിൽ അവിടുത്തെ പൂച്ചയൊക്കെ വന്നിങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ നമ്മളങ്ങനെ പുരയിടത്തിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം വീട്ടിലെത്തിയപ്പോഴേക്കും മക്കളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. മോനാണെങ്കിൽ നമ്മുടെ കോഴിയെ കണ്ട അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വിളിച്ച് കാണിച്ചു തരാണ് കേട്ടോ. കോഴി നേരെ ഓടി നമ്മുടെ സൺഷെയ്ഡിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ എടുക്കാൻ കഴിയാതെ മോൻ മതിലിൻ്റെ മണ്ടയിൽ അങ്ങനെ കയറി. അങ്ങനെ മതിലിൻ്റെ മുകളിൽ കയറി അവൻ എങ്ങനെയൊക്കെയോ കോഴികളെ താഴെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.